എല്ലാവരുടെയും പ്രാർത്ഥനയുള്ള ഒരു പാട്ടാണ്. അത് ഒത്തിരി വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പാടിയാലേ സത്യം പറഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പോഴും എന്നെ തിരിച്ചറിയാൻ പറ്റണുള്ളൂ. ആ ഒരു പാട്ട് പാടുമ്പോഴത്തേക്കും ഓ ഇതാ മോളാണ് എന്നറിയാം. അല്ലെങ്കിൽ എന്നെ കാണുമ്പോഴത്തേക്കും ആൾക്കാർ വന്ന് ചോദിക്കണത് മുരുകൻ്റെ പാട്ട് പാടുന്ന മോളല്ലേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഏട്ടാ, ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊന്ന് പറയാറുണ്ട്. മോള് ഭയങ്കര ഭക്തയാണോ? ഞാൻ ഭക്തയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഭക്തയാണ്. എന്നാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഭക്ത അല്ല. വിശ്വാസമുണ്ട്, അന്ധവിശ്വാസമില്ല. നമുക്ക് പാട്ടിന്റെ രണ്ടുപേരും ஞானப்பழத்தை பிழிந்த ரசமந்திரோடு நாம் உண்ணவும் கொடுத்த முருகானி பிரணவ ஞான பழத்தை பிழிந்த ரசமந்திருடனா கொடுத்த நல்ல குருநாதன் உனக்கென்ன விதம் இக்கனியை நாமீவது என்று முருகானி பிரணவ ஞான பழத்தை பிழிந்து ரசமந்திருடன் நாம் உண்ணவும் கொடுத்த நல்ல குருநாதன் உனக்கென்ன விதமிக்க நாமேவது என்று நான் இத்தான படித்தனை எதிரவில்லை. அப்படித்தனை எதிரவில்லையாத நான் முருகா உனக்கு ஜாதம் ஒரு பிழை இல்லையே, முருகா உனக்கு ஜாதம் ஒரு பிழை இல்லையே. അടിപൊളി. ഒരു ദിവസം എത്ര സമയം പ്രാക്ടീസ് ചെയ്യും? സത്യം പറഞ്ഞാൽ ഇപ്പോൾ പ്രാക്ടീസ് നടക്കണില്ല. പറ്റി അതാണ് സത്യം. അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് പെയിനൊക്കെ വരും. അപ്പോൾ പിന്നെ കുറച്ചൊന്ന് പാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വല്ലാണ്ടങ്ങ് ക്ഷീണമാവും. അപ്പോൾ ഞാൻ പ്രാക്ടീസ് കുറച്ചു. പിന്നെ രണ്ടാമത്തെ റീസൺ, കോളേജിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെയും പാടും. അപ്പോൾ കുറേ ആകുമ്പോഴത്തേക്കും തൊണ്ട അടയും. പിന്നെ പ്രോഗ്രാംസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തൊണ്ട സംരക്ഷിക്കാൻ വേണ്ടി പ്രാക്ടീസ് കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ശരിക്കും ഈ രോഗം പൂർണ്ണമായും മാറിയെന്ന് തന്നെയല്ലേ? രോഗം എന്നൊന്നും പറയണ്ട, ക്യാൻസർ മതി. എനിക്ക് ഈ രോഗം പറയണ സത്യമായിട്ട് എനിക്കിഷ്ടമല്ല. ക്യാൻസർ കാരണം ഇപ്പം ചില സ്റ്റേജിലൊക്കെ നമ്മളെ മോട്ടിവേഷൻ സ്പീച്ചിനായിരിക്കും വിളിക്കണത്. വിളിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും അർബുദമെന്ന അതിമഹാമാരക രോഗത്തെ കുടക്കീഴിലെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയും. ഇത് കേൾക്കുമ്പോഴേ ആൾക്കാർ അയ്യോ, അപ്പോഴേ ആൾക്കാർ പേടിക്കും. എന്നിട്ട് പിന്നെ ആൾക്കാർക്ക് സിമ്പതിയാണ് ചില സമയത്ത്, അയ്യോ പാവം കൊച്ച്. അപ്പം ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ പറയും ക്യാൻസർ ആയിരുന്നു, വേറെ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് പനിയും ജലദോഷം വരുന്നില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് അവസാനം ഞാനായിട്ട് ഒന്നുമല്ല. കാരണം ഇപ്പം തന്നെ നമ്മൾ ക്യാൻസർ അവയർനെസ് പ്രോഗ്രാംസിന് പോവാറുണ്ട്. ഡോക്ടേഴ്സ് ആയാൽ പോലും പലരും മരിച്ചവരുടെ ഇത് വെച്ചിട്ടാണ് പറയണത്. എന്ന് പറഞ്ഞാൽ ഇന്ന ആൾ മരിച്ചത് ക്യാൻസർ ആയിരുന്നത് കൊണ്ടാണ് ഇത്രയും ലേറ്റായി. ഡയറേന്നാണെങ്കിലും അദ്ദേഹം നിന്നത് ആ വിൽ പവർ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ലേ ചേച്ചി. നമുക്ക് ക്യാൻസറിൻ്റെ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്യൂർ ആവാം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കണത്. പക്ഷെ ഇവർ പറഞ്ഞ് ഒരു നെഗറ്റീവ് രീതിയിൽ ഇവർ പറഞ്ഞു കളയും. എന്ന് പറഞ്ഞാൽ ഇത്രയും ലേറ്റായിട്ട് ഇത് ഡയഗ്നോസ് ചെയ്തതുകൊണ്ടാണ് അയാൾ മരിച്ചത് എന്ന് പറയും. ആൾക്കാർ എപ്പോഴും നമ്മുടെ മൈൻഡിൽ എപ്പോഴും പോസിറ്റീവ് കാര്യം പറഞ്ഞാലും നെഗറ്റീവ് കാര്യം പറഞ്ഞാലും നമ്മൾ ആദ്യം എടുക്കണത് നെഗറ്റീവാണ്. അപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ അവർ ഫസ്റ്റ് എടുക്കണത് മരിച്ച് ഇത് മാത്രമേ അവരെടുക്കണുള്ളൂ. അല്ലാതെ ഇത് താമസിച്ചുകൊണ്ടാണ് എന്നുള്ള കാര്യം അവരെടുക്കണില്ല. സാധാരണ ഞാനിത് കണക്കൊരു ഗോകുലം ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു അവയർനെസ് നടന്നപ്പോഴത്തേക്കും എന്നെ സംസാരിക്കാൻ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡോക്ടർമാർ ഇങ്ങനെ പറയരുത്, നിങ്ങൾക്ക് ഓക്കെയാണ്, പക്ഷേ കേട്ടോണ്ടിരിക്കണവർ ഇതിനെ തിരിച്ചായിരിക്കും കേൾക്കണത്. നമുക്ക് ഉദാഹരണം പറയാം, എത്രയും സർവൈവേഴ്സ് ഇവിടെ ഉണ്ട്. ഇത് ഇത്ര താമസിച്ചായാലും നേരത്തെ ആയാലും ഡയഗ്നോസ് ചെയ്ത് അവർ ജീവനോടെ ഇരിക്കുന്നുണ്ട്, അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് സർവൈവേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ പേടി വീണ്ടും കുറയുള്ളൂ. അവിടെ അവർ കാണുന്ന ക്യാൻസറിനെ സർവൈവ് ചെയ്ത് വന്നു ഈ ഒരു രീതിയിലേ കാണുള്ളൂ. അതായത് ക്യാൻസർ കാരണം മരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അടുത്തുള്ള പേടി കൂടെ ഉള്ളൂ. ഒരിക്കലും നമുക്ക് അതിൻ്റെ അടുത്തൊരു
ഒരു ഇത് വരില്ല. അപ്പൊ ഇപ്പൊ പെയിൻ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഓരോ വർഷവും ചെക്കപ്പ് ഒക്കെ വീണ്ടും ചെയ്യുന്നുണ്ട്? അത് എനിക്ക് പെയിൻ പറഞ്ഞത് ക്യാൻസറായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, എനിക്കല്ലാതെ റൈറ്റ് സൈഡിൽ മസിൽ കുറച്ച് വീക്കാണ്. ഈ പിക് ലൈനൊക്കെ ഇട്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ വലത്തെ കൈ കൊണ്ട് ഒരു പണിയും എടുക്കൂല. എടുത്തു കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞു കൂടുതൽ സ്ട്രെയിൻ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു റൈറ്റ് സൈഡ് മാക്സിമം പല്ല് വയ്ക്കണവരെ ഇടത്തേക്ക് ആയിട്ടാണ് ചേച്ചി. അങ്ങനെ ഒന്നും ചെയ്യാതിരുന്ന് ഞാനായിട്ട് വരുത്തി വെച്ചതാണിത്. അപ്പം അതിനിപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യണുണ്ട്. നമ്മൾ യൂഷ്വലി ലെഫ്റ്റ് ഹാൻഡർ ആയിരുന്നോ? അല്ലല്ല, ഞാൻ റൈറ്റ് തന്നെയായിരുന്നു. പിന്നെ ഈ പിക് ലൈൻ ഇട്ടിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ മടക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെയാണ് ഞാൻ ഇട്ടിരുന്നത്. എൻ്റെ കയ്യിൽ 2 പാടുണ്ട്, ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ. അപ്പോൾ ഇവിടെ നിന്ന് ഹാർട്ടിലോട്ടൊരു ട്യൂബാണ് പിക് ലൈൻ. അപ്പോൾ മടക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് പല്ല് വയ്ക്കണതായാലും ഇടത്തേക്കായിട്ട് അപ്പോഴേ ശീലിച്ച്. ഇപ്പോഴും ഇടത്തെ കൈക്ക് ആ ഒരു ഇടത്തെ കൈനെയും വലത്തെ കൈനെയും വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വലത്തെ കൈക്ക് ബലക്ഷയമുണ്ട്, ഇടത്തെ കൈ പെർഫെക്റ്റ് ആണ്.